പോളിംഗ് കുറഞ്ഞെങ്കിലും മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ അവകാശവാദവുമായി മുന്നണികൾ. പൊന്നാപുരം കോട്ടയിൽ വൻ ഭൂരിപക്ഷം നിലനിർത്തുമെന്നാണ് ലീഗിന്റെ പ്രഖ്യാപനം. അടിയൊഴുക്കിലൂടെ അട്ടിമറി വിജയം നേടുമെന്ന് ഇടതുപക്ഷവും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവിൽ ആശങ്ക വേണ്ട എന്നാണ് ഇരു മുന്നണികളുടെയും നിലപാട്. പോളിംഗ് ശതമാനത്തിലെ നേരിയ വ്യത്യാസം പോസ്റ്റൽ വോട്ടുകളും വീട്ടിലെ വോട്ടുകളും കൂടി എത്തുമ്പോൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നാണ് ഇരുമുന്നണികളുടെയും വിലയിരുത്തൽ. മലപ്പുറത്ത് മണ്ഡലത്തിലെ തന്നെ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നല്ല വിധത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും UDF ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പോസ്റ്റൽ വോട്ടും അതുപോലെ തന്നെ 80 വയസ്സിന് മേലുള്ള ആളുകളുടെ ഇതുമൊക്കെ വരുമ്പോൾ നോക്കും ഓൾമോസ്റ്റ് സെയിം എന്നുള്ളതിലേക്ക് പോകും. കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ എന്നുള്ളതിൽ പെർസെൻറ്റേജ് ഉണ്ടാവും. എന്നാൽ ശക്തമായ അടിയൊഴുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. സമസ്ത ലീഗ് തർക്കവും സാമുദായിക വോട്ടുകളിലെ വിള്ളലും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. പൊന്നാനിയിൽ ചരിത്രം സൃഷ്ടിക്കുമെന്നും പോൾ ചെയ്യാതെ പോയത് ലീഗ് വോട്ടുകളെന്നും LDF സ്ഥാനാർത്ഥി KS ഹംസ റിപ്പോർട്ടറിനോട്. തീർച്ചയായിട്ടും ലീഗിൻ്റെ വോട്ടാണ് ചെയ്യാതെ പോയിട്ടുള്ളത്. UDF-ന്റെ കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകളും പോയിട്ടുണ്ട്. തവനൂരിലും പൊന്നാനിയിലൊക്കെ ധാരാളം കോൺഗ്രസ് വോട്ടുള്ളതാണ്. അവർ പോയിട്ടുണ്ട്. അവർക്കും ഇവരെ സഹിക്കാൻ കഴിയില്ല. പോളിംഗ് ശതമാനത്തിലെ ഇടിവിന് കാരണം തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ അപാകതയാണെന്ന ആരോപണവും ജില്ലയിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഈ പ്രാവശ്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം തന്നെ വളരെ സ്ലോ ആയിരുന്നു. പക്ഷേ ഇത്തരം സംഗതികൾ ഇതിൻ്റെ ഒരു പഠിക്കാനുള്ള സംഗതിയായി മനസ്സിലാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരുത്തേണ്ടതാണ്. റിപ്പോർട്ടർ, മലപ്പുറം.